ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ കേപ്പാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ബോൾ എങ്ങനെയാണ് ഈ ഒരു ബർത്ത്ഡേ കേപ്പ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. A4 സൈസിലുള്ള ഒരു ഗ്ലിറ്റർ ഷീറ്റിലാണ് ഇത് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ അളവുകളൊക്കെ കൃത്യമായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അളവുകളെല്ലാം അതിലേക്ക് കൃത്യമായിട്ട് വരച്ചിട്ട് അതിനോട് ചേർത്തൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ചെയ്യുന്നത് 1 ഇയർ ബേബീസിൻ്റെ ബോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവുകളെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. A4 സൈസിലുള്ള ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റിന് വരുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് വാങ്ങിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗങ്ങൾ നല്ല വൃത്തിയായിട്ട് തന്നെ അതിലേക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇനി ഒരു ചെറിയ പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് നിർത്താം. അപ്പോൾ ഒരു സൈഡിലാണ് ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ ഒരു രീതിയിലേക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു ബർത്ത്ഡേ കേപ്പ് നല്ല ഡിമാൻഡുള്ള ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും വേണ്ടി പറ്റും. ബർത്ത്ഡേ ബോൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ ചാനലിനകത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളതിൽ നിന്നും നമുക്ക് തുടങ്ങാം കേട്ടോ. ഇതൊക്കെ നല്ല ഡിമാൻഡുള്ളതാണ്, പെട്ടെന്ന് സെയിലായി പോകുന്നതാണ്. കസ്റ്റമർ തരുന്ന ആ ഒരു കളറിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. അതുപോലെ തന്നെ 1 ഇയർ മുതൽ 3 ഇയർ വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ബോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്തു കൊടുക്കാം. ഇതിലെടുത്തിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ചിലവ് കുറഞ്ഞ മെറ്റീരിയൽസ് ആണ്. പക്ഷേ നമുക്കിത് സെയിൽ ചെയ്യുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. മിനിമം 150 മുതൽ 200 രൂപ വരെയെങ്കിലും ഈ ഒരു സിമ്പിൾ വർക്കിന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് ചെയ്തു കൊടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കണം. അപ്പോഴാണ് ഏതൊരു കസ്റ്റമർക്കും അത് കാണുന്ന സമയത്ത് അതിനോട് കൂടുതൽ താല്പര്യം തോന്നുകയുള്ളൂ. ഇത് മാത്രമല്ല, ഏത് വർക്ക് ചെയ്യുമ്പോഴും നല്ല നീറ്റായിട്ട് ചെയ്തു കൊടുക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ വർക്കുകളൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നല്ല വൃത്തിയായിരിക്കണം, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ ചുറ്റുമായിട്ടൊരു ലേസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ മുഴുവനായിട്ടും അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അളവുകളാണ്. അളവുകൾ കൃത്യമായി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് അളവുകൾ എടുത്തിട്ട് അതിൻ്റെ ഒരു കട്ടൗട്ട് റെഡിയാക്കി എടുത്താൽ അടുത്ത പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് അളവുകൾ പ്രത്യേകം എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു കട്ടൗട്ട് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വർക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കൂടുതൽ സമയമൊന്നും അതിന് വേണ്ടി ചിലവാക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ചെയ്ത് നോക്കുക. ബോൻ്റെ ഏറ്റവും മുകളിൽ, അതായത് ഈ ഒരു ടോപ്പ് ഭാഗത്താണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ കേപ്പ്. നല്ലതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ചെറിയ പീസ് കൂടി വെച്ച് അതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് നിർത്തണം. ഇതുപോലെയുള്ള ഒത്തിരി ഐഡിയാസ് ഷൈൻ വീഡിയോസിൽ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയാസാണ് അതെല്ലാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി ഐഡിയാസുമായിട്ട് അടുത്ത ദിവസങ്ങളിലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത ദിവസം കാണാം. താങ്ക്